Hello friends, welcome to lesson 3.21 on data integrity in professional business skills. ഡേറ്റ ഇന്റഗ്രിറ്റി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് ഒരു ഡേറ്റ സമ്പൂർണവും സമഗ്രവുമാകുന്നത്, അതായത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ ഒരു ഡേറ്റ സെറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതിനാണ് നമ്മൾ ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിലും ഈ ഡേറ്റയിൽ ഒരു മിസ്റ്റേക്ക് വരാനോ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരാനോ അർഹതയില്ലാത്തവർക്ക് ഈ ഡേറ്റയിൽ കടന്നു കയറാനോ സാധ്യതയില്ലാത്ത വിധം സുരക്ഷിതവും സമ്പൂർണവുമായ ഒരു ഡേറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു ഡേറ്റ ആ നിലയിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഡേറ്റ ഇന്റഗ്രിറ്റി മൊത്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഡേറ്റയുടെ ആക്യുറസി വരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്യുറസി പഠിച്ചു, കംപ്ലീറ്റ്നെസ് പഠിച്ചു, കൺസിസ്റ്റൻസി പഠിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പറയുന്നത് ഡേറ്റ ഈസ് എൻ ഇന്റഗ്രേറ്റഡ് ഡേറ്റ, ഇറ്റ്സ് എ ഡേറ്റ വിച്ച് ഹാസ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡേറ്റ ഇന്റഗ്രിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡേറ്റയുടെ സുരക്ഷിതത്വം. അതായത് നിയമപരമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ആ ഡേറ്റയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി പൗരന്മാരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ആവശ്യത്തിനാണ് അത് കളക്ട് ചെയ്തത്, ആ ആവശ്യത്തിനപ്പുറത്തേക്ക് അത് പുറത്തേക്ക് പോകാൻ പാടുള്ളതല്ല. ആധാർ കാർഡിന്റെ ഒക്കെ ഡേറ്റ വാങ്ങിക്കുമ്പോൾ ഈ ഒരു കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിയമപരമായ സംവിധാന പ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും ആ ഡേറ്റ പാലിച്ചിരിക്കണം. ഇതിനാണ് നമ്മൾ റെഗുലേറ്ററി കംപ്ലയൻസ് എന്ന് പറയുക. ഡേറ്റ കളക്ട് ചെയ്താൽ ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഏത് ആവശ്യത്തിനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, ആ ആവശ്യത്തിനല്ലാതെ അത് ഉപയോഗിക്കാൻ പാടുള്ളത്. ഏത് ആവശ്യത്തിനാണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത്, ആ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനാണ് നമ്മൾ റെഗുലേറ്ററി കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പദമാണ് ഡേറ്റ സെക്യൂരിറ്റി. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തത് ഡേറ്റ ഏത് ആവശ്യത്തിന് കളക്ട് ചെയ്തോ അതിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ അനധികൃതമായ ആളുകൾ ഈ ഡേറ്റ എടുത്ത് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി ഇല്ല എന്നാണ്. അപ്പൊ ഡേറ്റയ്ക്ക് നിയമപരമായിട്ട് ഏത് കാര്യത്തിനും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു അതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമവ്യവസ്ഥിതി നമ്മൾ പാലിച്ചിരിക്കണം. ഇത് റെഗുലേറ്ററി കംപ്ലയൻസ്. രണ്ട്, ഇതിനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഈ ഡേറ്റ പുറത്തേക്ക് പോകാതെ സൂക്ഷിക്കാൻ, സുരക്ഷിതമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ആദ്യം പറഞ്ഞ ഡേറ്റയുടെ സമ്പൂർണ്ണത എന്ന് പറയുന്നത്. അതായത് ഡേറ്റ ആക്യുറേറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇതെല്ലാം പ്ലസ് ഡേറ്റ ലീഗലി സൗണ്ട് ആയിരിക്കണം, ഡേറ്റ സെക്യൂർ ആയിരിക്കണം. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഡേറ്റ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്നതിന് ഏത് സ്ഥാപനത്തിലും അതിൻ്റെതായ ചില ചട്ടവട്ടങ്ങളുണ്ട്, ചില പ്രോസസ്, ചില നിയമങ്ങൾ, ചില സ്റ്റാൻഡേർഡ്സ് എല്ലാം ഡേറ്റ കളക്ഷൻ ഡിസൈൻ ചെയ്ത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്റ്റേജ് വരെ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കാര്യങ്ങൾ ഒരു പ്രോസസ്സ് പ്രകാരമാണെങ്കിൽ ആ പ്രോസസ്സിൽ നിന്ന് വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഉടനടി നടപടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു പ്രോസസ്സ് വേണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രോസസ്സ് ഉണ്ട്, നിയമങ്ങളുണ്ട്, അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇത് ഡിസൈൻ ഫേസിൽ ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സ്റ്റേജിലെ ഈ കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കണം. ഒരു ഡേറ്റ ഹൈലി സെക്യൂർ ആയ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ, ഡേറ്റ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡേറ്റ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാവുന്നതായിരിക്കും. അത് എത്ര കാലത്തേക്ക് സ്റ്റോർ ചെയ്താലും, എത്ര തവണ എത്ര പേര് അത് ഉപയോഗിച്ചാലും, ഡേറ്റ ഇന്റഗ്രിറ്റി നമ്മൾ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ഒരു ഡേറ്റാബേസിലുള്ള ഡേറ്റ എത്ര കാലം കഴിഞ്ഞാലും എത്ര പേര് ഉപയോഗിച്ചാലും അത് സ്ട്രോങ് ആയിട്ട്, എറർ ഫ്രീ ആയിട്ട് മറ്റാളുകളുടെ കൈകളിലേക്ക് പോകാതെ അത് അവിടെ തന്നെ നിലകൊള്ളും. എന്തുകൊണ്ട്? കാരണം അതിന് ചില പ്രോസസ്സുകളുണ്ട്, അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒരു പരീക്ഷ നടത്തിപ്പ് അതുപോലെയാണ് അല്ലേ? പരീക്ഷ നടത്തിപ്പ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പ്രോസസ്സ്, റൂൾസ് ഉണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ നിങ്ങളുടെ ആൻസർ പേപ്പർ ഫോൾസ് നമ്പർ ഇട്ട് വാല്യൂ ചെയ്യാൻ കൊടുത്ത് അതിന്റെ റിസൾട്ട് ഡേറ്റാബേസിൽ എടുക്കുന്നത് വരെ ഇത് ഹൈലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ആൻസർ ഷീറ്റിലെ ഡേറ്റ, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രിറ്റി സംവിധാനത്തിലുള്ള ഒരു ഡേറ്റയാണ്. നിങ്ങൾ എത്ര തവണ ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്താലും, എത്ര പേര് ഇത് ആക്സസ് ചെയ്താലും അതിലെ ഡേറ്റയ്ക്ക് മാറ്റമില്ല. എത്ര കാലം കഴിഞ്ഞാലും ഇതേ മാർക്ക് തന്നെയാണ് അതിൽ കാണുക. കാരണം ഈ മാർക്ക് ആർക്കൊക്കെ കാണാം, ആർക്കൊക്കെ ഈ സിസ്റ്റത്തിൽ കൈകാര്യം ചെയ്യാം. നിങ്ങളെ കൂടാതെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അധികാരപ്പെട്ട ആൾക്കാരുടെ എണ്ണം വളരെ പരിമിതമാണ്.
ചില പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കൈകാര്യം സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതൊരു ഇന്റഗ്രിറ്റി ഉള്ള ഡാറ്റയാണ്. ഇതിനാണ് നമ്മൾ പറയുന്നത് ഇന്റഗ്രിറ്റി ഡാറ്റ എന്ന് പറയുന്നത്. നിങ്ങളുടെ എക്സാമിന്റെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ കാണുന്ന മാർക്കുകളിൽ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുന്ന, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സംവിധാനം, ഡാറ്റ സംവിധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡാറ്റ ഇന്റഗ്രിറ്റി എൻഷുർ ചെയ്തൊരു സിസ്റ്റത്തിലാണ്. അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അതിൽ കൈ കടത്താനോ അതിൽ കയറി നുഴഞ്ഞു കയറി തിരുത്തുകൾ വരുത്താനോ സാധാരണഗതിയിൽ സാധ്യമല്ല. ഡാറ്റ ഇന്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഡാറ്റ ഇന്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിലൊന്നാണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ ഒരു ആൻസർ കീ അധിഷ്ഠിതമായിട്ടാണ് വാല്യൂ ചെയ്യുക. ഒരു ആൻസർ കീ അധിഷ്ഠിതമായിട്ടാണ് ആൻസേഴ്സ് എല്ലാം വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡേർഡിന് അടുപ്പിച്ച് വേണം കുട്ടികളുടെ ഉത്തരങ്ങൾ വരുന്നതിന്, ആ ഉത്തരത്തിന് ഇന്ന മാർക്ക് കൊടുക്കാം എന്ന് പറയുന്നു. ഇതാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് പലപ്പോഴും എത്ര പേർക്ക് ഈ ആൻസർ ഷീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും മിക്കവാറും ഒക്കെ മാർക്കുകൾ ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ തന്നെ ആയിരിക്കും. ഏറെക്കുറെ വലിയ വ്യത്യാസം ഇല്ലാതെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഡാറ്റ ക്യാപ്ചറിനിടയിൽ ചില ചെക്സ് ഇതിൽ നടക്കും. എക്സാമിനേഷൻ ആദ്യം ടീച്ചേഴ്സ് വാല്യൂ ചെയ്യും, പിന്നെ അതിനുശേഷം അവരുടെ ചീഫ് സൂപ്രണ്ട് ഇത് വാല്യൂ ചെയ്യും. അപ്പൊ ഇതൊരു ചെക്കിംഗ് ആണ്. ചെക്കിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? ആൻസർ സ്ക്രിപ്റ്റുകൾ എല്ലാം പരമാവധി കൊടുത്തിരിക്കുന്ന ആൻസർ കീയുമായി ബന്ധപ്പെട്ട് ഒരേ നിലവാരത്തിലുള്ള മാർക്കിംഗ് സംവിധാനം ഉണ്ടത്തിൽ കൂടെ കടന്നു പോകണം. ഇതിനാണ് നമ്മൾ യൂണിഫോമിറ്റി, ഒരു ഏകീകൃത സ്വഭാവം ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം. ഞാൻ ആൻസർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഡാറ്റ കളക്ഷൻ മെക്കാനിസത്തിന് ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് വേർഷൻ ചെക്സ്. പലപ്പോഴും നമ്മൾ കാണുകയാണ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, അതിനുശേഷം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ സോഫ്റ്റ്വെയറിന്റെ വേർഷൻ തന്നെ മാറും. നമ്മൾ ഏത് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് കുറെ കൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന ചില വാല്യൂസിനെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. നമുക്കറിയാം അല്ലേ, നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ എക്സലിൽ ചില വേർഷൻസ് ചില സ്റ്റാൻഡേർഡ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചില വാല്യൂസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മളോട് പറയും. ഇന്ന ഫോർമാറ്റിൽ സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന വാല്യൂസ് ഉണ്ടായിരിക്കില്ല, അണേബിൾ ടു സേവ് എന്ന് പറഞ്ഞു വരും. അപ്പൊ വേർഷൻ മാറുന്നത് കൊണ്ട്, സോഫ്റ്റ്വെയറിന്റെ വേർഷൻ മാറുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഇത് നമ്മൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ സോഫ്റ്റ്വെയർസ് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ വേർഷൻ മാറ്റി നമ്മൾ സേവ് ചെയ്യണം. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേർഷണൽ യൂണിഫോമിറ്റി ഉറപ്പുവരുത്തലാണ്. ഇതിനാണ് നമ്മൾ വേർഷൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കംപ്ലീഷൻ ചെക്ക്. ഡാറ്റ നമ്മൾ എടുത്തു, നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ സമ്മറീസ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. സമ്മറീസ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നോക്കിയ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത സമ്മറിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ഫൈനൽ അനാലിസിസിൽ നിന്ന് പുറത്തു വരുന്ന സമ്മറിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ എടുത്തു നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിട്ടുപോയിരിക്കുന്നത് മനസ്സിലാവും. ഇതിനാണ് നമ്മൾ പറയുന്നത് സമ്മറി ചെക്ക് എന്ന് പറയുന്നത്. ഫൈനലായിട്ട് വരുന്ന നമ്മളുടെ ഔട്ട്പുട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഒരു ഡിപ്പാർട്ട്മെന്റിലെ സെയിൽസിൽ സ്റ്റാർ പ്രൊഡക്ട്സ് ഒരു 5-6 ഉണ്ട്, മീഡിയം സെയിൽസ് ഒരു 2-3 ഉണ്ട്. 1-2 സെയിൽസ് നടക്കുന്ന 1-2 പ്രൊഡക്ട്സ് ഉണ്ടാവും. ചില കമ്പനികളിൽ ചില വാഹന മോഡലുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല, പക്ഷെ 1-2 അതിലും കയറി പോരുന്നുണ്ടാവും. പലപ്പോഴും സമ്മറി ഒക്കെ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മെയിൻ ആയിട്ടുള്ള സ്റ്റാർ പ്രൊഡക്ട്സ് എല്ലാം ഹ്യൂജ് വോളിയം വിറ്റ് പോകുന്ന കാറുകളുടെ എല്ലാം ഡീറ്റെയിൽ ഒക്കെ എടുക്കും. 1-2 മോഡലുകൾ വിറ്റ് പോകുന്നത് മാരുതിയുടെ കേസൊക്കെയാണ്. മാരുതി ഈക്കോ എന്ന് പറയുന്ന മോഡൽ 1-2 വിറ്റ് പോകുന്നുണ്ടാവും. അത് ചിലപ്പോൾ അതിൽ കയറുന്നുണ്ടാവില്ല. സമ്മറിയിൽ നോക്കുമ്പോൾ അത് കാണുന്നില്ല, ഓവറോൾ പിക്ചറിനെ അത് ബാധിക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് സമ്മറി ചെക്ക് എന്ന് പറയുന്നത്. എല്ലാ മോഡലുകളും അതിലുണ്ടോ എന്ന് നോക്കുന്നു. ഓരോ മോഡൽ എത്ര വിറ്റുപോയി എന്നുള്ളതിന്റെ ഡാറ്റയെ കുറിച്ച് നമുക്ക് ടെൻഷനില്ല, അത് കറക്റ്റായിട്ട് എല്ലാം കയറുന്നുണ്ടായിരിക്കും. എല്ലാ മോഡലുകളും ഉണ്ടോ, വിൽപ്പന കുറവുള്ള ചില മോഡലുകൾ ഉണ്ടോ, സമ്മറിയിൽ അത് വന്നിരിക്കണം. ഇതിനാണ് നമ്മൾ പറയുന്നത് സമ്മറി ചെക്ക് എന്ന് പറയുന്നത്. ആദ്യത്തേത് യൂണിഫോമിറ്റി, രണ്ടാമത്തേത് വേർഷൻ ചെക്ക്, മൂന്നാമത്തേത് കംപ്ലീഷൻ ചെക്ക്. അടുത്തത് 4-മതായിട്ട് കൺഫോമിറ്റി ചെക്ക്. കൺഫോമിറ്റി ചെക്ക് എന്ന് പറയുന്നത് വിദഗ്ധരായ ഡാറ്റ അനലിസ്റ്റുകൾക്ക്, മാനേജർമാർക്ക് പലപ്പോഴും സാധാരണഗതിയിൽ ഒരു ഡാറ്റയിൽ വരാൻ സാധ്യതയുള്ള ഒരു വാല്യൂവിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടാവും. നമുക്കറിയാം അല്ലേ, നമുക്കിപ്പോ പൊതുവെ ഒരു സംസ്ഥാനത്തെ ഒരു സെയിൽസ് ഏകദേശം എത്രയായിരിക്കും, ഇനി ഒരു സ്പെഷ്യൽ അഡ്വർടൈസിങ് ക്യാമ്പയിൻ നടത്തിയാൽ പോലും ഒരു 10% ഇൻക്രീസ് ഉണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ തൊഴിലാളികളുടെ മൊത്തം സാലറി സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 20% വിചാരിക്കുക. മൊത്തം സ്ഥാപനത്തിന്റെ വരുമാനത്തിന്റെ 20% സാലറി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
അപ്പൊ വർഷങ്ങളായിട്ട് ഈ 20, 18, 19, 20, 21, 22 ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. 18, 22 ഇടയ്ക്കാണ് 4-5 വർഷമൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വർഷത്തെ സാലറി നോക്കുമ്പോൾ, സാലറി ടു സെയിൽസിന്റെ റേഷ്യോ നോക്കുമ്പോൾ 38%. അതൊരു വ്യത്യാസമാണ്. അതൊരു കൺഫോമിറ്റിയിൽ നോക്കുമ്പോൾ ഇത് കൺഫോമിറ്റിയിൽ കൺഫേം എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുന്ന കൺഫർമേഷൻ അല്ല. കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സംഗതി. ഇത് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഇതിനും 5 വർഷം മുൻപത്തെ ഡേറ്റയായിട്ട് ഇത് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ ഈ പൊരുത്തപ്പെട്ടു പോവായിക നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനാണ് നമ്മൾ പറയുന്നത് കൺഫോമിറ്റി ചെക്ക്. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താണ് 38% വരുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ സാലറിയിൽ ഒരു 0 കൂടുതലിട്ട് കയറി. ബാഡ് ഡേറ്റ, പ്ലെയിൻ ബാഡ് ഡേറ്റ. ഡേറ്റ എടുത്തിട്ടപ്പോൾ സംഭവിച്ചൊരു മാനുവൽ എററാണ്. ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. ഒരു സൂപ്പർ പെർഫോമർ ആയ ഒരു സിഇഒയെ, ഒരു MD-യെ അല്ലെങ്കിൽ ആരെങ്കിലും ആ ഹൈ ലെവൽ പൊസിഷനിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ഹൈ പെർഫോമർ ആയിട്ടുള്ള ഒരാളെ അപ്പോയിന്റ് ചെയ്തു. ഇന്ത്യയിൽ കമ്പനിയുടെ പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ജർമ്മനിയിൽ നിന്ന് ഈ കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻഫോസിസിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇൻഫോസിസ് പുറത്തുനിന്ന് ഒരു ടാലന്റിനെ കൊണ്ടുവന്ന് കുറച്ചു കാലം ആ കമ്പനി ഓടിച്ചിരുന്നു. അപ്പൊ അവരുടെ സാലറി വളരെ ഹൈ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കൂടുന്നു. അപ്പൊ അത് പ്രശ്നമല്ല. അതൊരു ചേഞ്ച് ഇൻ ബിസിനസ് ഡെസിഷനാണ്. അല്ലെങ്കിൽ ഒരു വർഷം സെയിൽസ് കുത്തനെ കുറഞ്ഞു. ഈ വർഷത്തെ സെയിൽസ് നോക്കിയാൽ പല സ്ഥാപനങ്ങളുടെ സെയിൽസ് കുത്തനെ കുറഞ്ഞു. ഒരു ഡീവിയേഷൻ ആണ്. കാരണം ഈ വർഷം പ്രത്യേക വർഷമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സെയിൽസ് കുത്തനെ കുറഞ്ഞു. കൊറോണ കാരണം ഈ വർഷത്തെ സെയിൽസ് പ്രത്യേകമായിട്ട് കഠിനമായിട്ട് കുറഞ്ഞു. ഇതൊരു ഡീവിയേഷൻ. പക്ഷെ നമ്മളത് ചെക്ക് ചെയ്തിരിക്കും. അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിനാണ് നമ്മൾ പറയുന്നത് സാധാരണ നടക്കുന്ന കാര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നോർമലിൽ നിന്ന് വളരെ വലിയൊരു ഡീവിയേഷൻ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് കൺഫേമിറ്റി ചെക്കിലൂടെയാണ്. ഇറ്റ് ഡസൻ കൺഫേം ടു യൂഷ്വൽ പാറ്റേൺ. സാധാരണ കാണുന്ന പാറ്റേണിനോട് അത് ഒത്തുചേർന്ന് പോകുന്നില്ല, വ്യത്യാസമാണ്. ഇത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ കൺഫേമിറ്റി ചെക്ക് എന്ന് പറയുന്നത്. അടുത്തത് ജീനിയോളജി ചെക്ക് അല്ലെങ്കിൽ ഡ്രിൽ ഡൗൺ. ജീനിയോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാരമ്പര്യം. ഇപ്പോ നമ്മൾ ഓരോരുത്തർക്കും നമുക്കൊരു കുടുംബ പാരമ്പര്യമുണ്ട്. നമ്മൾ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, അങ്ങനെ പോകുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഒരു ഡേറ്റ കിട്ടുമ്പോൾ ആ ഡേറ്റയുടെ പാരമ്പര്യം ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ കളക്ഷൻ മുതൽ ഇങ്ങോട്ട് ഡേറ്റ അനാലിസിസ് ചെയ്യുന്നത് വരെ ഏതൊക്കെ സ്റ്റേജിലൂടെ അത് പോയിരിക്കുന്നു ആ സ്റ്റേജിലൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നു. അത് അവിടെ കാര്യങ്ങളെല്ലാം നമ്മൾ മുറ പോലെയാണ് പോയിരിക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രത്യേക അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? കംപ്ലീറ്റ് ആ ഡേറ്റയുടെ ജേർണി നമ്മൾ ഡേറ്റയുടെ ഉത്ഭവം മുതൽ ഡേറ്റ കളക്ഷൻ മുതൽ ഡേറ്റ നമ്മൾ അനാലിസിസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്ന സമയം വരേക്കും അത് സമഗ്രമാണോ എന്ന് നമ്മൾ നോക്കുന്നു. ഡേറ്റയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ പലതും ചരിഞ്ഞു നോക്കുന്നു. ഇതിനാണ് നമ്മൾ ജീനിയോളജി ചെക്ക് അല്ലെങ്കിൽ ഡ്രിൽ ഡൗൺ, ആഴത്തിൽ നമ്മൾ കുറിച്ച് നോക്കുന്നു. പാരമ്പര്യം നമ്മൾ ചരിഞ്ഞു നോക്കുന്നു. ഇതിനാണ് നമ്മൾ ജീനിയോളജി ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം 5 ചെക്കിംഗ് മെക്കാനിസത്തിലൂടെയാണ് ഡേറ്റയുടെ സമഗ്രത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി നമ്മൾ ഉറപ്പുവരുത്തുന്നത്. ഒന്ന്, യൂണിഫോമിറ്റി. ഡേറ്റ കളക്ട് ചെയ്തതെല്ലാം ഒരേപോലെയാണോ, എല്ലാ പാരാമീറ്റേഴ്സും എല്ലാവരും ഒരുപോലെ പാലിച്ചിട്ടുണ്ടോ എന്ന് കളക്ട് ചെയ്യുന്നു. 2, വേർഷൻ ചെക്ക്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ വേർഷനിലുള്ള വ്യത്യാസങ്ങൾ ചില ഡേറ്റ ക്യാപ്ചർ ചെയ്യാതെ പോകാൻ സാധ്യതയും. വേർഷൻ ചെക്ക്. മൂന്നാമത്തേത് കംപ്ലീഷൻ ചെക്ക്. സമ്മറി എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈ സമ്മറിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതാണ് സമ്മറി കംപ്ലീഷൻ ചെക്ക് എന്ന് പറയുന്നത്. അടുത്തത് കൺഫർമിറ്റി ചെക്ക്. വളരെ ഗൗരവമായ വ്യത്യാസങ്ങൾ കാണുന്നതിനെ നമ്മൾ കൺഫർമിറ്റി ചെക്കിലൂടെ കണ്ടുപിടിക്കുന്നു. അടുത്തത് ജീനിയോളജി ചെക്ക്. ഡേറ്റയുടെ ഉത്ഭവം മുതൽ ഡേറ്റയുടെ പ്രസന്റേഷൻ വരെ എല്ലാ സ്റ്റേജും നമ്മൾ ഒന്ന് പരിശോധിച്ച് പോകുന്നതിന് ജീനിയോളജി ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചെക്കിംഗ് മെക്കാനിസത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഡേറ്റയുടെ ഇന്റഗ്രിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. ജീനിയോളജി ചെക്ക് നടത്തുന്നത് നമുക്കറിയാം. പുറത്തുനിന്ന് ആരെങ്കിലും ഡേറ്റയിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഡേറ്റയുടെ ആക്സസ് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പുവരുത്തിയാൽ പൊതുവെ നമുക്ക് നമ്മളുടെ ഡേറ്റ ആക്യുറേറ്റ് ആണ്, കംപ്ലീറ്റ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, ഒപ്പം തന്നെ നിയമപരമായ എല്ലാ കാര്യങ്ങളും അത് പാലിച്ചിട്ടുണ്ട്, അതിന്റെ സെക്യൂരിറ്റിക്ക് ഒരു വിഷയമില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഇതിനാണ് നമ്മൾ ഡേറ്റ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്. വളരെ ടോപ്പിക്കലായ വിഷയം, വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കിംഗിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം. Until we meet up for that, goodbye. Thanks.